ഞാനിന്ന് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോളാണ്. ഇതിന് ചിക്കൻ ഇല്ല, മുട്ട വേണ്ട, റസ്കും പൊടി വേണ്ട, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ചിക്കൻ റോളാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോളാണ്. ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും പച്ചവെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. മൈദയൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് മൂപ്പിച്ചാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കനും അതിൽ ഞാൻ സോയാബീനാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതായിരുന്നു. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുക്കണം. കുറേ സമയം അടിക്കരുത്, ഒന്ന് കറക്കറെന്ന് പറഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ഉള്ളിയിലേക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഉള്ളിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പ്, മല്ലിച്ചപ്പും കൂടി അരച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് മൂത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂണ് മുളകും പൊടി, പച്ചമുളക് ചേർത്തുകൊണ്ട് കുറച്ച് മുളകും പൊടി മതി, ഗരം മസാലയും അല്പമിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഉരുട്ടി ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കണം. ഞാനിവിടെ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഒരു പലക എടുത്തിട്ട് അതിൽ പ്രസ് ചെയ്തിട്ട് പത്തിരിക്കോല വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഒരു മീഡിയം വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കണം. നമുക്ക് റൗണ്ടിലോ അതുപോലെ ചതുരത്തിലോ ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. അതിന് ശേഷമാണ് ഇതിലേക്ക് ഫില്ലിങ് നിറക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിന് ശേഷം 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ഒന്ന് മടക്കിയിട്ട് എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. നമുക്കൊരു അല്പം മൈദ നനച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ വിട്ട് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലൊന്നും മുക്കാതെ തന്നെ ഇതേ രീതിയിലാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനെല്ലാം ഇവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഏതിലും മുക്കിയിട്ടില്ല, ബ്രെഡിൻ്റെ അതിലും റസ്ക് പൊടിയിലൊന്നും മുക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. ഇത് ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ എടുത്ത് മിസ്സായി. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇവിടെ നന്നായിട്ട് എല്ലാം പൊരിച്ച് മൊരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.